നമ്മൾ നീങ്ങിടും. ഓപ്പറേഷൻ തൂഫാൻ വിഷം വിതച്ച വിത്തുകൾ പറിച്ചെറിഞ്ഞു പാഞ്ഞിടും. ഓപ്പറേഷൻ തൂഫാൻ പ്രതീക്ഷതൻ കെടാത്ത നാളമായി നമ്മൾ മാറിടും. ഓപ്പറേഷൻ തൂഫാൻ നമുക്കു വേണ്ട തീപിടിച്ച ലഹരിതൻ കുരുക്കുകൾ. ഓപ്പറേഷൻ തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ ഈനാവു കണ്ട നാളെകൾ നമുക്കു മുന്നിൽ എത്തണം. യുവത്വ ബാല്യ കൗമാരം എളിമയോടെ മിന്നണം. നമ്മൾ തന്നെ നാടിനായി കാവലായി മാറണം. ലഹരി മുക്ത കേരളത്തിനായി കരങ്ങൾ ചേർക്കണം. சஞ்சாரி உன்னை எனக்கு நீ தாண்டி அதான் கணக்கு பூமேட உர மணக்க கட்டி கடி ஆத்தாண்டி என்ன பின்னுக்கு ஆமாண்டி எல்லாம் எனக்கு நீ கூட்டி வாசம் குடிக்க ஒத்துக்கடி ஒரு வெத்தல வச்சு தவள அடிக்க பவள மல்லிய கட்டிக்கவா பவள மல்லிய கட்டிக்கவா பவள மல்லிய கட்டிக்க குத்தினமான கட்டிக்கிட்டே ஆசை புள்ள மச்சிக்கவா ஆசை புள்ள மச்சிக்கவா அடியே ராணி ரெண்டா ரெண்டா காமத்தல மத்தல பாடி அப்பா பிறா காவத்தல பிறவாடி கூட விட்டு ஜாடி நலலா உள்ள ஒட்டி நடப்பே ஏவத்தி மச்சா வத்தி 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 மச்சா வத்தி வத்தி காட்டோடு தலை கோதி நதியோடு தவழ்ந்து உயிரோடு உயிராக உறவாடும் அழகே. കരിവേലുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനോ അരചോര പകർന്ന പെരും വഴിനായാടിയ താളമോ. കരിവേലുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനോ അരചോര പകർന്ന പെരും വഴിനായാടിയ താളമോ.
morning and a very warm welcome. Every great movement begins with a single step of conviction and courage. Welcome to the inaugural ceremony of the project Operation Tufan Warriors Family, a campaign where every voice and every heart joins the fight against drug abuse. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി. കായിക വിനോദങ്ങളിലൂടെ ലഹരിക്കെതിരെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാറുൽ ഉലൂം വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീഡിയോ പ്രസന്റേഷൻ ഇവിടെ സമർപ്പിക്കുന്നു. വേദിയുടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, വേദിയുടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ഒരു നിമിഷത്തേക്ക് മാറി നിൽക്കണം. എടാ നീ ചെല്ലടാ, നിന്നെ കണ്ട 18 വയസ്സാന്ന് പറയും. നീ ചെല്ലി. കുട്ടികളെ കണ്ടെത്തി പുതിയ തലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ വേരറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. Before we commence the ceremony, let us pause to reflect on the inspiring journey of a leader whose life has been defined by integrity and dedication. We have thoughtfully curated this very special presentation as a tribute to the guardian of the state, the Honorable Minister for Home and Vigilance, Shri Ramesh Chennithilla. May I invite all of you to watch the visual presentation. കേവലം 28-ാം വയസ്സിൽ കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി ചരിത്രം കുറിച്ച ജനനായകൻ. അരിപ്പാടിൽ നിന്നും മാവേലിക്കരയിൽ നിന്നും ജനപിന്തുണയുടെ കരുത്തിൽ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും നടന്നു കയറിയ പ്രിയ നേതാവ് ലീഡർ കെ കരുണാകരന്റെ അരുമ ശിഷ്യനായി വളർന്ന് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ പോലും അത്ഭുതപ്പെടുത്തിയ ആശയവിനിമയ പാടവം. ഓപ്പറേഷൻ കുബേരയിലൂടെ കൊള്ളപ്പലിശക്കാരുടെ നെഞ്ചിലേക്ക് വണ്ടിയോടിച്ച് കേരളത്തിന്റെ സാധാരണ കുടുംബങ്ങൾക്ക് കാവലായ ഭരണാധികാരി. നാട് ലഹരി മാഫിയയുടെ പിടിയിലമർന്നപ്പോൾ പലരും നടക്കില്ല എന്ന് പിന്മാറിയിടത്ത് ചങ്കുറ്റത്തോടെ അദ്ദേഹം ഒരു പേരിട്ടു. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. ഓപ്പറേഷൻ തൂഫാൻ. ലഹരി മാഫിയയുടെ കോട്ടകളെ കൊടുങ്കാറ്റായി അടിച്ചു തകർത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാന്ത്വനമേകിയ കേരളം കണ്ട ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാൾ. അഴിമതിയുടെ കറപുരളാത്ത ജനകീയ മുഖം. ഓപ്പറേഷൻ തുഫാൻ എന്ന ലക്ഷ്യം കേരളത്തിലെ ചെറുപ്പക്കാരെ തകർക്കുന്ന, അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്നതാണ്. കേരളത്തിന്റെ അഭിമാനമായ ബഹുമാന്യ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ ദാറുൽ ഉലൂം സ്കൂളിന്റെ മണ്ണിലേക്ക് ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
May I now most respectfully invite our chief guest along with our distinguished dignitaries to kindly grace the dais. Before we begin, let us seek the blessings of the Almighty, requesting everyone to kindly rise for the prayer. Prayer. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വര തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിന്നേകാധിപനെ നിയതമാരാധിപ്പു ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമതീർപ്പതും തിരുമുന്നിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർദൻ മാർഗത്തിൽ അങ്ങയായി ഗോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വര തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. I invite the High Secondary Principal, Lajit Sir, to extend a warm welcome to the gathering. വേദിയിലെ വിശിഷ്ട വ്യക്തികളായ കേരളത്തിൻ്റെ സമാദരണീയനായ ആഭ്യന്തര വിജിലൻസ് കയർ വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, സ്കൂൾ മാനേജർ മുഹമ്മദ് ബാബു സേഠ് സാർ, ആദരണീയ കൊച്ചി കോർപ്പറേഷൻ മേയർ ശ്രീമതി വി കെ മിനിമോൾ, ശ്രീ രാജീവ് മേനോൻ, ശ്രീ റിയാസ് അഹമ്മദ് സേഠ്, ഡോക്ടർ എൻ സി ദിലീപ് കുമാർ, ശ്രീ നാസർ ലത്തീഫ് ഉൾപ്പെടെ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ സ്നേഹമുള്ളവരെ, നാർക്കോട്ടിക്സ് ഈസ് എ ഡെഡി ബിസിനസ്. അത് ഞാൻ ചെയ്യില്ല, നിങ്ങളും ചെയ്യില്ല. കേരളം നെഞ്ചേറ്റിയ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലിൻ്റെ സംഭാഷണ ശകലമാണത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരി മാഫിയ അരങ്ങുവാണിരുന്ന അവസ്ഥയിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നാർക്കോട്ടിക് ഹണ്ടിന് നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വിജിലൻസ് കയർ വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറാണ് നമ്മുടെ വിദ്യാലയം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനും നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും തൂഫാൻ വാര്യന്മാരായി പ്രഖ്യാപിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിപാടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ് തുടക്കം കുറിച്ചെന്നുള്ളത് നമുക്ക് സന്തോഷദായകവും അഭിമാനകരവുമാണ്. സമൂഹത്തെ
ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും പുലർത്തുന്ന ഒട്ടേറെ പദ്ധതികൾ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേരയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ കടക്കണിയിലാക്കിയ പലിശ മാഫിയക്കെതിരെ സന്ധിയില്ലാ യുദ്ധം പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി മാഫിയക്കെതിരെ അദ്ദേഹം കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുണ്യപ്രവർത്തികൾക്ക് സർവേശ്വരൻ്റെ അപാര അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എറണാകുളം നഗരത്തിലെ ശ്രദ്ധേയ വ്യക്തിത്വം മർഹൂം ഹാജി ഈസാ സേട്ടിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഖദീജ ബായിയുടെയും ദീർഘദർശനമാണ് 6 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള നമ്മുടെ ഈ സ്ഥാപനം. അവർ തെളിച്ചു നൽകിയ അറിവിൻ്റെ ജ്യോതിസ് ഭംഗിയായി കാത്തു സൂക്ഷിക്കുകയാണ് ഈ വിദ്യാലയത്തിലെ മാനേജ്മെൻറ്റ്. അതിന് ചുക്കാൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാബു സേഠ് സാറാണ്. കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര വിജിലൻസ് കയർ വകുപ്പ് മന്ത്രി ബഹുമാന്യ ആദരവുകളുള്ള ശ്രീ രമേശ് ചെന്നിത്തല സാറാണ്. നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്ന ശ്രീ രമേശ് ചെന്നിത്തല സാറിനെ ബഹുമാന ആദരവുകളോടുകൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് സ്കൂൾ മാനേജർ മുഹമ്മദ് ബാബു സേഠ് സാറാണ്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ സുപ്രധാന പരിപാടികളിലും സമൂഹത്തെയും ബന്ധിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ബഹുമാനപ്പെട്ട മാനേജർക്ക് ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതമേകുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്ന ആദരണീയയായ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ശ്രീമതി VK മിനിമോൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്ന ഗ്ലോബ് ഓൺ ടെലിവിഷൻ്റെ ചെയർമാൻ ശ്രീ രാജീവ് മേനോനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്ന അബാദ് ഹോട്ടൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ റിയാസ് അഹമ്മദ് സേഠ് സാറിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ MC ദിലീപ് കുമാർ സാർ, മുൻ വൈസ് ചാൻസലർ കാലടി സർവകലാശാല സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റിയും സിനി ആർട്ടിസ്റ്റുമായ ശ്രീ നാസർ ലത്തീഫ് സാറിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ശ്രീ HE അഹമ്മദ് താഹിർ സേഠിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുൻ മേയർ ശ്രീമതി സൗമിനി ജെയിൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ശ്രീ മനോജ് ജേക്കബ് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ശ്രീ സൽമാൻ മുഹമ്മദ് ബാബുവിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദാറുൽ ലിംഗ്വിസ്റ്റിക് ഇസ്ലാമിക് അക്കാദമിയുടെ ഡയറക്ടർ ശ്രീ M സലാഹുദ്ദീൻ മദനി ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ് ശ്രീ നിഷാഫ് മുഹമ്മദ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ആൽഫിൻ പോൾ കോനാട്ട്, ഹെഡ് മിസ്ട്രസ് ശ്രീമതി സാജിദ BVLM, സ്റ്റാഫ് പ്രതിനിധി ശ്രീ അനസ് NA, ജനറൽ കൺവീനർ ശ്രീ TU സാദത്ത് അടക്കമുള്ള വേദിയിലെയും സദസ്സിലെയും എല്ലാ വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, പാരൻസ്, ടീച്ചേഴ്സ്, SPC, NSS
ലിറ്റിൽ ഗൈഡ്സ്, വോളണ്ടിയേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഇവിടെ ലൈവ് ടെലികാസ്റ്റ് നടക്കുന്നുണ്ട്. ആ വിവരം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. യൂട്യൂബിൽ ലിങ്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നോക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. Behind every thriving institution stands a leader who inspires progress through commitment and foresight. With profound respect, I invite our manager, Janab Mohammad Babu Said, for the presidential address. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദരണീയനും ബഹുമാന്യനുമായ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാന്യനായ രമേശ് ചെന്നിത്തലജി, വേദിയിൽ ഉപരോധിച്ചായിട്ടുള്ള കൊച്ചി നഗരത്തിൻ്റെ പ്രിയ മേയർ മിനിമോൾ, അതുപോലെ MC ദിലീപ് കുമാർ, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നുള്ള സൗമിനി ജെയിൻ, അതുപോലെ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള രാജീവ് മേനോൻ, ചെയർമാൻ ഗ്ലോബൽ ഓൺ ടെലിവിഷൻ, ബഹുമാന്യനായ റിയാസ് അഹമ്മദ് സേഠ്, ഡോക്ടർ ദിലീപ് കുമാർ, നാസർ ലത്തീഫ്, H. അഹമ്മദ് താർ സേഠ്, സൽമാൻ ബാബു, M. സലാഹുദ്ദീൻ മദനി, നിഷാഫ് മുഹമ്മദ്, ആൽഫിൻ മൊങ്ങാത്ത്, സാജിദ ബീവി, അതുപോലെ നമ്മുടെ മുൻ കൗൺസിലർ കൂടിയായിരുന്ന നമ്മുടെ മനി ജേക്കബ്, പ്രിയമുള്ള PTA പ്രസിഡൻറ്റ്, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഏറ്റവും മഹത്തായ ഒരു പരിപാടിയുടെ തുടക്കത്തിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് 53 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയേറ്റ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലജിയെ ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കാനും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ അദ്ദേഹത്തോട് എത്തിച്ചതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിന് ആദ്യമായി എൻ്റെ സ്വന്തം നിലയിലും ഈ സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന നിലയിലും ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്കറിയാം, ഇന്ന് മലയാള മനോരമ പത്രം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ രാവിലെ നമ്മൾ കണ്ട വാർത്ത, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായൊരു പങ്ക് വഹിക്കുന്ന ഒരു മഹാനായ നേതാവായി അദ്ദേഹം ഇന്ന് മാറിയിരിക്കുകയാണ്. രാവിലത്തെ ഹെഡിങ് നമ്മൾ വായിച്ചപ്പോൾ തന്നെ കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട് ഇത്രയും സംസ്ഥാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ദൗത്യത്തിന് അദ്ദേഹം മുന്നിലിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കർണാടകയിലെ മുഖ്യമന്ത്രി D. ശിവകുമാറുമായി സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ലെവലിലാണ് ഈ ലഹരിയുടെ കള്ളക്കടത്തും അതുപോലുള്ള മറ്റ് കച്ചവടങ്ങളും നടക്കുന്നത്. അതിനെ അതിവേരോടുകൂടി ഇറക്കണം, അത് നിർത്തണം. സമൂഹത്തിന് ഏറ്റവും ദോഷകരമായൊരു കാര്യമാണ്. നമുക്കറിയാം, എല്ലാവരും വെറുക്കുന്ന ഒരു സാധനമാണ് ലഹരി. പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുസ്ലിങ്ങളായ നമ്മളുടെ മനസ്സിലുണ്ട്. അതുപോലെ എല്ലാ മതസ്ഥരും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ്. ഒരു കുടുംബത്തിൽ ലഹരിയുള്ള ഒരു കുട്ടി വളർന്നാൽ, ആ കുട്ടി ആ വഴിയിലേക്ക് തിരിഞ്ഞു പോയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം ശ്രീ ചെന്നിത്തല വന്നപ്പോൾ അദ്ദേഹം ഒരു കുടുംബ നായികയെ പരിചയപ്പെടുത്തി. പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. ലഹരി മരുന്നിൻ്റെ അടിമയായി കഴിഞ്ഞ ആ കുട്ടിയെ സംബന്ധിച്ച് വളരെ വിഷമകരമായ രീതിയിൽ ആ സ്ത്രീ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഭയങ്കര വിഷമം തോന്നി വായിച്ചപ്പോൾ.
അവരെ അദ്ദേഹം സദസ്സിന് പരിചയപ്പെടുത്തി. അതൊരു നല്ല പരിചയപ്പെടുത്തലല്ല, ഒരു മാതൃകാപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ആ കുട്ടി ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ മാതാവിൻ്റെ മനസ്സിലുള്ള നീറ്റൽ, ആ മാതാവിൻ്റെ മനസ്സിലുള്ള പ്രയാസം ചില്ലറയല്ല. അതുകൊണ്ട് ലഹരി എന്ന ഒരു ഏറ്റവും മോശമായ ആ ഒരു കാര്യം നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിയിലേക്ക് വന്നാൽ സമൂഹം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നല്ല ശുദ്ധമായ പാല് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ അകത്ത് ചെറിയൊരു തുള്ളി വിഷം ഇട്ടെന്നറിഞ്ഞാൽ ഞാനോ നിങ്ങളോ ആരെങ്കിലും അത് കുടിക്കില്ല. കാരണം നമുക്കത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു തുള്ളിയേ ഉള്ളൂ വന്നിട്ടുള്ളൂ, ഒരു കുടമാരി ഒഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും മാരകമായൊരു വിപത്താണ് ലഹരി. ഇന്ന് സമൂഹത്തിൽ ഈ പുതിയ ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത ശേഷം എല്ലാവരും നോക്കിക്കാണുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ തയ്യാറായ ഒരു മഹാനായ മന്ത്രിയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ രമേശ് ചെന്നിത്തലയെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഓർഫനേജിൽ അദ്ദേഹം പല തവണയും വിസിറ്റ് ചെയ്തു. കുട്ടികളുമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, സ്നേഹം പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പോർട്ടുകൾ പൂർണ്ണമായും നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തയച്ചു. അദ്ദേഹം നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ മനു ജേക്കബിൻ്റെ ഫാദർ ലിനോ ജേക്കബും നമ്മുടെ കൊച്ചിൻ എറണാകുളത്തെ MLA ആയ TJ വിനോദ് സാറും കൂടി അത് നമുക്ക് എത്തിച്ചു. അതുകൊണ്ട് അദ്ദേഹം അത് മറന്നിട്ടില്ല ആ സമയത്ത്. അതുപോലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പല പരിപാടിക്കും ഞാൻ ഹജ്ജ് കമ്മിറ്റി മെമ്പറായിരുന്നപ്പോൾ അദ്ദേഹം വന്ന് പങ്കെടുത്ത് അവർക്ക് വേണ്ട ഉപദേശം കൊടുത്തു. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. അതാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടത്. കുബേരപരമായ പണയിടപാടുകളെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അദ്ദേഹം ശക്തമായ നിലപാട്. ഇന്ന് അദ്ദേഹം ഇത് നിർത്തുന്നില്ല. ഈ തുടങ്ങിയ ദിവസം മുതൽ തന്നെ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. വളരെ വലിയൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കുവാനുള്ള ഒരു വലിയ ശ്രമമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. കൂടുതൽ ഭംഗിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നതിൽ അദ്ദേഹത്തോട് പ്രത്യേകം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാന്യനായ റിയാസ് അഹമ്മദ് സെക്കൻ നമ്മളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖദീജാബായി ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ കോംപ്ലക്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അഹമ്മദ് ഉസ്മാൻ സേട്ട് ട്രസ്റ്റിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായ റിയാസ് സേട്ട് ട്രസ്റ്റിയായി ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുകയാണ്. അടുത്ത ചൊവ്വാഴ്ച ദിവസം കേരളത്തിലെ കച്ചി മേമൻ സമുദായം എന്ന് പറഞ്ഞാൽ വളരെയധികം അറിയപ്പെടുന്ന കൂട്ടരാണ്. കൊച്ചിയിലെയും എറണാകുളത്തെയും അതുപോലെ തെക്കൻ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ കച്ചി മേമൻസിൻ്റെ സാന്നിധ്യം വളരുന്നുണ്ട്. ധാരാളം പള്ളികൾ അവർ പണിതിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതിട്ടുണ്ട്, ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, മരണപ്പെട്ടു പോയി. കൊച്ചിയിലെ ഷാദി മഹലും അതുപോലെ കൊച്ചിയിലെ മറ്റ് പള്ളിയും സ്ഥാപനങ്ങളും എറണാകുളത്തുള്ള ഈ സ്ഥാപനങ്ങളുമൊക്കെ കച്ചി മേമൻ സമുദായത്തിൻ്റെ ആൾക്കാർക്ക് സംഭാവനയാണ്. അപ്പോൾ കച്ചി മേമൻ സമുദായം കേരളത്തിൽ അറിയപ്പെടുന്നൊരു നല്ല വിഭാഗമായിട്ട് ഒരു അച്ചടക്കമുള്ള സമുദായമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ പല അംഗങ്ങളും നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. പലരും കലാകാരന്മാരുണ്ട്, പല സ്നേഹിതന്മാരുമുണ്ട്, പലരും വിവിധ കച്ചവടങ്ങളുണ്ട്. ആബാദ് ഹോട്ടൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സാരഥിയായി പ്രവർത്തിക്കുന്ന റിയാസ് അഹമ്മദ് സാറിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന് ഒരു ഉപഹാരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം ബഹുമാനിയായ മിനി മോൾ നമ്മുടെ മേയറാണ്, എത്തിച്ചേർന്നിട്ടുണ്ട്. MC ദിലീപ് കുമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജീവ് മേനോനുണ്ട്. നമ്മുടെ എല്ലാ
സുഹൃത്തുക്കളും പഠിപ്പിച്ചവരുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, എല്ലാവരും എത്തിയവരുണ്ട്. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവരെ ആശംസകൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് സംഘടിപ്പിക്കാൻ ശ്രമിച്ച നമ്മുടെ അധ്യാപകരുണ്ട്, നമ്മുടെ പ്രിൻസിപ്പൽ രാജീവ് സാറ്, അതുപോലെ ആൽഫിൻ സാറ്, സാദത്ത്, സാജിദ ടീച്ചർ, അതുപോലെ SPCയുടെ അജീഷ് സാറ്, അതുപോലെ എല്ലാവരും, അനസ് നദവി തുടങ്ങിയ എല്ലാവരും ഞാൻ പേര് എല്ലാം ഇതിനു വേണ്ടി അരോരാത്രം ബുദ്ധിമുട്ടിയ ഈ ടീച്ചർമാരോടും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഈ സ്ഥാപനം ഒരു മാതൃകാ സ്ഥാപനമായി നിലനിർത്തിക്കൊണ്ട് മരിച്ചു പോയ എൻ്റെ പിതാവ് ഹാജി ഈസാ സേട്ടും അവരുടെ വൈഫ് ഖദീജാബായും തുടങ്ങി വെച്ച സംരംഭം ഈ സമൂഹത്തിന് ഒരു മാതൃകാപരമായ സ്ഥാപനമായി വളരാനും ഇതുമൂലം ജനങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും സൗകര്യം ലഭിക്കാൻ പ്രവർത്തിക്കണം. അതോടൊപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, യത്തീംഖാന കോംപ്ലക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇവിടെ നടക്കുന്ന പല പരിപാടികൾ ഉണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. ഒരു അറബി കോളേജുണ്ട്. അറബി കോളേജിലും പള്ളിയിലും എല്ലാം ബഹുമാന്യനായ സലാഹുദ്ദീൻ മദനി അതിൻ്റെ ഉത്തരവാദിത്തം നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ നിലയിലും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയും എൻ്റെ നല്ല പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മാറ്റം വരണം. അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഓരോരുത്തരും അതിനുവേണ്ടി നമ്മുടെ എല്ലാ കഴിവുകളും വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ തുടങ്ങാൻ പോകുന്ന ഒരു ചെറിയ പദ്ധതി കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. SPC എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരംഭിച്ച കാലം പോലെ തന്നെ ഇവിടെ ഉണ്ട്, അതിൻ്റെ അധ്യാപകരുണ്ട്. അപ്പോൾ അതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ഫാമിലി, ഏകദേശം 100-ലധികം ഫാമിലി ഈ ലഹരിയുമായി ഒരു കാരണവശാലും ഞങ്ങൾ ഇടപെടുകയില്ല, ഞങ്ങൾ ഒരിക്കലും അതുമായി ബന്ധപ്പെടുകയില്ല എന്ന് ഒരു സത്യവാങ്മൂലം വെച്ചവരുണ്ട്. സാധാരണ നമ്മുടെ എല്ലായിടത്തും ചെയ്യുന്നത് കൈയെല്ലാം നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കും. അതിനേക്കാളുപരി അവരെ കൊണ്ട് നമ്മൾ കത്തിൽ എഴുതി വാങ്ങിച്ചേക്കാൻ, കത്തെന്ന് വെച്ചാൽ ഫോം അതിനോട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സമൂഹത്തിൽ പ്രയോജനപ്പെട്ട് തീർച്ചയായും കേരളത്തിലെ ഇനിയുള്ള സ്കൂളുകളിൽ കൂടി ഈ മഹത്തായ പദ്ധതി വരാൻ കൂടുതൽ അവസരമുണ്ടാകട്ടെ. ബഹുമാന്യനായ മന്ത്രി അതിനു വേണ്ടിയും കൂടി ചെയ്താൽ തീർച്ചയായും ഈ സമൂഹത്തിൽ നിന്ന് തീർച്ചയായും 1-2 വർഷങ്ങൾക്കകം പൂർണ്ണമായ ലഹരിമുക്തമായ ഒരു കേരളം, നമ്മൾ പറയാറുണ്ട് 100% സാക്ഷരതയുള്ള കേരളം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 100% ആരോഗ്യമുള്ള കേരളം എന്നുണ്ട്. അതുകൊണ്ട് 100% ലഹരിയില്ലാത്ത, ലഹരിയുടെ ഒരു ഉപയോഗമില്ലാത്ത ഒരു നാടായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയട്ടെ, അതിനുള്ള ശ്രമമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. We are greatly privileged by the presence of the Honorable Minister for Home Affairs and Vigilance, Shri Ramesh Chennithilla. I respectfully invite you, sir, to graciously receive a memento from the manager, Janab Mohammad Babu Seth, as a gesture of our gratitude. I also invite Shri Nasir Latif, Cine Artist and Management Trustee, to honor the Honorable Home Minister with a Punnada. I request Shri Salman Mohammad Babu, Member of the Management Committee, to present a token of appreciation to the Honorable Chief Guest. I request Shri Ahmed Tahir Seth, Member of the Management Committee, to hand over the school souvenir to the Honorable Home Minister. I request Samir Sir and Salil Sir, representing the unit office bearers, the KPSTA unit office bearers, to present the memento and the Punnada to the Honorable Home Minister.
Thank you. It is a moment of immense pride and profound pleasure to have with us today the Honorable Minister for Home and Vigilance, Shri Ramesh Chennithila, a leader committed to public service through his visionary initiatives which includes Operation Tufan. His യോഗത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് എച്ച് മുഹമ്മദ് ബാബു സേഠ്, മാനേജർ, സ്വാഗതം ആശംസിച്ച ലാജിദ്, പ്രിൻസിപ്പൽ, മുഖ്യപ്രഭാഷണം നടത്തുന്ന മേയർ വി കെ മിനിമോൾ, അതിഥിയായി എത്തിയിട്ടുള്ള രാജീവ് മേനോൻ, റിയാസ് അഹമ്മദ് സേഠ്, പ്രിയപ്പെട്ട മുൻ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, നാസർ ലത്തീഫ്, അഹമ്മദ് താഹിർ സേഠ്, സൽമാൻ മുഹമ്മദ് ബാബു, സലാഹുദ്ദീൻ മദനി, നിഷാദ് മുഹമ്മദ്, ആൽഫിൻ പോൾ കോനാട്ട്, സാജിദ ബീവി, അനസ്, TU സാദത്ത്, നമ്മുടെ മുൻ മേയർ സൗമിനി, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബാബു സേട്ട് വിളിച്ചാൽ വരാതിരിക്കാൻ നമുക്കാർക്കും കഴിയില്ല. ഞാൻ മൂന്നാമത്തെ തവണയാണ് ഈ സ്കൂളിൽ വിവിധ പരിപാടികൾക്ക് വേണ്ടി വന്നത്. അതുകൂടാതെ ഒരു നൊയമ്പ് തുറക്കൽ പരിപാടിക്ക് കൂടി വന്ന്, അങ്ങനെ 4 തവണ അദ്ദേഹം വിളിച്ചിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, സ്നേഹം കൊണ്ട് നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ഒരു വ്യക്തിയാണ് ബാബു സേഠ് എന്ന കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ KSU പ്രസിഡൻ്റായിരിക്കുന്ന കാലം മുതൽ ഉള്ള ബന്ധമാണ്. സ്നേഹം നമുക്ക് തരികയും മറ്റുള്ളവർക്ക് അത് നൽകണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള കാണിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ബാബു സേഠ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലേപ്പടി, ഈ വിദ്യാലയത്തിൻ്റെ ആരംഭത്തിനും നടത്തിപ്പിനും വിജയകരമായ മുന്നോട്ടുള്ള യാത്രയ്ക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും എത്രമാത്രമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ഡെഡിക്കേറ്റഡായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബാബു സേഠിനെ രാജ്യം തന്നെ ഒരു പത്മശ്രീ കൊടുത്ത് അഭിനന്ദിക്കേണ്ടതാണ് എന്നാണ്. ഏതായാലും ഞാൻ ഇത്തവണ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ശുപാർശ നമ്മൾ ഇത്തവണ നൽകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ശുപാർശ ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ തന്നെ ശുപാർശ ചെയ്ത് അയക്കാൻ നൽകും. രണ്ടാമത്തെ കാര്യം, ഇന്നിവിടെ നടക്കുന്ന തുഫാൻ വാരിയേഴ്സ് കുടുംബ പദ്ധതിയാണ്. കുടുംബമാണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഫാമിലി വാല്യൂസ് അത് നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കുടുംബം എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു കേരളത്തിൽ. ഇന്ന് ആ കൂട്ടുകുടുംബം ഇന്ന് മൈക്രോ ഫാമിലീസാണ്. ഒരച്ഛൻ, ഒരമ്മ, 2 കുട്ടികൾ. പണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ, അവരുടെ മക്കൾ, അവരുടെ മുത്തശ്ശന്മാർ, ഇതെല്ലാവരും കൂടെ കൂടിച്ചേരുന്ന കുടുംബമായിരുന്നു. അങ്ങനെയുള്ള കുടുംബത്തിനകത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ജീവിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പഴയ കാലത്ത് കുട്ടികൾക്ക് അമ്മൂമ്മമാർ കഥകൾ പറഞ്ഞു കൊടുക്കും, പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കും, അവിടെ ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടികൾ വളരുന്നത് ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ സൽസ്വഭാവികളായി വളർത്താൻ പ്രത്യേക താല്പര്യം എടുക്കുമായിരുന്നു. അന്ന് ആ ചെറിയ പ്രായത്തിൽ കിട്ടുന്ന വിദ്യാഭ്യാസം, അറിവ്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവം ഒരു കുട്ടിയും തൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഇന്നും എൻ്റെ മനസ്സിൽ കുട്ടിക്കാലത്ത് അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന കഥകളാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് കിട്ടുന്ന ഒരു ശിക്ഷണം,
അത് ആ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ ആർക്കും സമയമില്ല. അച്ഛന് ജോലി, അമ്മയ്ക്ക് ജോലി. അവർ രണ്ടുപേരും വൈകിട്ട് വരുമ്പോഴായിരിക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വെച്ച് കൊടുക്കണം. അതിൻ്റെ തിരക്ക്. ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണിച്ചാൽ വരുന്നത്, എല്ലാവരും കിടന്നുറങ്ങുന്നു. ആ കുട്ടിയുടെ മനസ്സെന്താണ്, കുട്ടിയുടെ സംഘർഷം എന്താണെന്ന് ഒരു മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കോളേജിലോ സ്കൂളിലോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും തിരക്കാണ്, അവർക്കും ഇത് സമയമില്ല. പിന്നെ ചില അധ്യാപകരുണ്ട്, കുട്ടിയുടെ ബിഹേവിയർ നോക്കി അവർ നല്ല നിലയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന അധ്യാപകരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു കുട്ടിയെ കണ്ടാൽ അറിയാം ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ ടെൻഷനുണ്ട്. ആ കുട്ടിയുടെ ബിഹേവിയർ അത് മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ട ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീടുകളിൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ഇപ്പം തന്നെ എത്ര കുട്ടികളാണ് SSLC പരീക്ഷയിലും +2 പരീക്ഷയും ജയിക്കാത്തതിൻ്റെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ഒരു പാപമാണ്. ദൈവം തന്ന ജീവിതമാണ് നമുക്ക്, അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. ദൈവം തന്ന ഈ ജീവിതം നമുക്ക് ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കൂടിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കാരണം എന്താണ്? ടെൻഷനാണ്. കുട്ടികൾക്ക് ടെൻഷനാണ്, പല ടെൻഷനും ഉണ്ടാവും. നല്ല മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു, ടീച്ചർ ഇന്ന് വഴക്ക് പറയും, എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറഞ്ഞതായിരിക്കും. കുട്ടികൾ നന്നാവാൻ വേണ്ടിയായിരിക്കും ടീച്ചർ നന്നായിട്ട് ശാസിക്കുന്നത്. ആ ടെൻഷൻ. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, അതിൻ്റെ ടെൻഷൻ. അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയാൻ കഴിയാത്ത ഒരു ടെൻഷൻ. ഈ ടെൻഷനൊക്കെ സഹിക്കുന്ന കുട്ടിയാണ് പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകാതെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഫാമിലി വാല്യൂസ്. അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബം പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കണം. മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. മക്കളെ നല്ലവരായി വളർത്തുക എന്നുള്ളതാണ് അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത് ധാരാളം അമ്മമാരുടെ കണ്ണുനീര് കണ്ടാണ്. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കത്ത് വരുന്നത് ഉമ്മമാരുടെയും അമ്മമാരുടെയും കത്തുകളാണ്. അവർ പറയുന്നത്, സാർ ഈ പരിപാടി തുടങ്ങിയത് വളരെ നന്നായി, കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. സ്കൂളിൽ കോളേജിലും പോകുന്ന കുട്ടികൾ പറ്റിയ അമ്മമാർക്ക് ടെൻഷൻ, അച്ഛന്മാർക്ക് പിന്നെ അത്രയില്ല, കാരണം അവർ മറ്റു പല ജോലിക്കും. അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. എനിക്ക് വരുന്ന കത്തുകൾ സത്യത്തിൽ അത് പുറത്തു വിട്ടാൽ ഇതിൻ്റെ ഭീകരത മനസ്സിലാവും. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരെയും കാണിക്കാൻ പോലും പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പറയാൻ കഴിയുമോ? പുറത്ത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. പറയാതെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് എന്തായി പോകും, എന്തായി തീരും. അവൻ രാവിലെ പോവാണ്, വൈകിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അവൻ എന്താണ് ഈ വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് അറിയത്തില്ല. അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടി ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നു. ആരോടും പറയാൻ പറ്റില്ല. 4 പേര് അറിഞ്ഞാൽ അത് കുടുംബത്തിന് ക്ഷീണം, മകൾക്ക് ക്ഷീണം, മകന് ക്ഷീണം. അതുകൊണ്ട് ആരും പറയാറില്ല. ഇങ്ങനെ പറയാതിരുന്ന് ഈ കുട്ടി അതിന് അടിമയായി മാറും, പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ഈ അവസ്ഥയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇന്നലെ കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ പോയി. ബാംഗ്ലൂരിലെ ജയിലിൽ 64 കുട്ടികളാണ് ജയിലിൽ കഴിയുന്നത്. 100 കണക്കിന് ആളുകളെ കേസെടുത്ത് വിട്ട് കഴിഞ്ഞു. 64 ഇവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ബാംഗ്ലൂരിൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കി അമ്മമാർ വളർത്തിയെടുത്ത കുട്ടികൾ ബാംഗ്ലൂരിൽ പഠിക്കാൻ വിടുകയാണ്. ഒരു രസകരമായ കാര്യം, ബാംഗ്ലൂരിൽ ജീവിക്കുന്നവരോ വളരുന്നവരോ അന്ന് ഇത് ഉപയോഗിക്കുന്നില്ല. കർണാടകത്തിൽ ജനിച്ച് വളർന്നവരോ അവിടെ ജീവിക്കുന്നവരോ ഇത് ഉപയോഗിക്കുന്നില്ല. അവർ പറയുന്നത് കൂടുതലും മലയാളികളായി കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ. കാരണം അവിടെ പോയാൽ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, ആരും അന്വേഷിക്കാനില്ല, നോക്കാനില്ല. അപ്പോൾ ഏതെങ്കിലും മയക്കുമരുന്ന് ലോബി അവരെ പിടിക്കും,
അതിൻ്റെ കൂടെ കൂടും, വീട്ടിൽ നിന്ന് പണം അയച്ചു തരും, ഈ പൈസ എല്ലാം പോവും. 64 പേര് ജയിലിൽ കിടക്കുകയാണ്. ഞാൻ നൂറുകണക്കിന് ആളുകളെ പിടിക്കുന്നു. അവരെ പലതിനും ചെറിയ ക്വാണ്ടിറ്റിയാണ് വിട്ടുകളെ പോലീസ്. നമ്മുടെ യുവത്വം ഇങ്ങനെ നശിക്കേണ്ടതാണോ? നമ്മൾ ആലോചിക്കണം. പല അമ്മമാരുടെ കണ്ണുനീര് അണിഞ്ഞിട്ടുള്ള കത്തുകളും മെയിലുകളും ഫോൺ കോളുകളും എന്നെ ഈ ഓപ്പറേഷൻ തുഫാൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയാണ്. ലഹരി മാഫിയയുടെ വേരറുക്കാതെ ഈ പദ്ധതി നമ്മൾ അവസാനിപ്പിക്കില്ല എന്നാണ് എനിക്ക് പറയാം. 17,000 സ്കൂളുകളിൽ നമ്മൾ പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ഇന്നലെ DGPമാരുടെ യോഗം ഉണ്ടായി. കാരണം ഇത് വരുന്നത് പലതരത്തിലാണ്. കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ട്, തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്, ആകാശത്തൂടെ വരുന്നുണ്ട്, കടലിലൂടെ വരുന്നുണ്ട്, കരയിലൂടെ വരുന്നുണ്ട്. ചില ട്രെയിനുകളിൽ ഇത് മാത്രമേ വരുന്നത്. അപ്പോൾ അതെല്ലാം നിർത്തി. കഴിഞ്ഞ ഒരു മാസത്തിനകം ഇവരെ മുഴുവൻ നമ്മൾ പിടിച്ച് ജയിലിലാക്കുകയും ശക്തമായി ട്രെയിൻ മുഴുവൻ പരിശോധിക്കുകയാണ്. എയർപോർട്ടുകളിൽ പ്രത്യേക പരിശോധന, അതുപോലെ തന്നെ കപ്പലുകളിൽ നേവി ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പരിശോധന. ഇപ്പം ഇവർ ഇത് നമ്മൾ പിടിക്കുന്നുള്ളത് കൊണ്ട് അവരുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകളിൽ പല സ്ഥലങ്ങളിലും ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഫോൺ ചെയ്ത് പറയുക ഇന്നത്തെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അതിന് ഡ്രോപ്പിൻ. അപ്പം പോലീസിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് വില കൊടുത്തും നമ്മളിതിനെ നേരിടും. നമ്മുടെ യുവത്വം നശിക്കേണ്ടതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ അത്ഭുതപ്പെട്ടു, കാസർഗോഡ് അവിടെ ഒരു കമ്പനിയുടെ പേര് ക്ലീൻ കമ്പനി എന്നാണ് ബോർഡ്. പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ക്ലീനിങ് പരിപാടിയില്ല. അവിടെ ഒരു 60 ലക്ഷം രൂപയുടെ മെഷീൻ സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് വരുന്ന കൂൾ ലിപ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുക. കൂൾ ലിപ്സ് വെച്ചാൽ നിങ്ങൾക്ക് നല്ല തണുപ്പ് കിട്ടും. എന്താണെന്നറിയോ? മയക്കുമരുന്നാണ്. ആദ്യം മയക്കുമരുന്നില്ല, ആദ്യം പുകയില ഉൽപ്പന്നമാണ്. പിന്നെ കുട്ടിക്ക് ഇത് ജീവിക്കാൻ ഇതില്ലാതെ പറ്റില്ലാത്ത വരുമ്പോൾ അത് മയക്കുമരുന്ന് ചേർക്കും. കുട്ടികൾ സ്കൂളിൽ മയക്കുമരുന്ന്, പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ഞങ്ങൾ പിടിച്ചപ്പോൾ അത് 60 ലക്ഷം രൂപയാണ് ആ മെഷീൻ്റെ വില. അവരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ 4 തമിഴ്നാട്ടിലും കർണാടകത്തിലും 4 ഫാക്ടറി ഉണ്ട്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മിഠായിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടികൾ കഴിക്കുന്നതാണ്. ആ കുട്ടികൾ ഇത് വാങ്ങിച്ച് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ അഡിക്റ്റ് ആകും. എല്ലാ ദിവസവും വേണമെന്ന് തോന്നും. ആലോചിച്ച് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ മയക്കുമരുന്നിന് അടിമകളാക്കുന്നു. ഇതവർ മരണത്തിൻ്റെ വ്യാപാരികളാണ്. ഇവർ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയാണ്, ചെറിയ പ്രായത്തിൽ നശിപ്പിക്കുകയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മരവിക്കും, ഉറക്കം കിട്ടാതെ വരും, മസ്തിഷ്കം മരവിക്കും, ജീവിതം തന്നെ അസാധ്യമാകുന്ന അവസ്ഥയുണ്ടാകും. നമ്മളിപ്പോൾ ഈ പിടിക്കുന്ന ആളുകളെ നമ്മൾ ജയിലിലടക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് തുഫാൻ കെയർ. ആശുപത്രികളിലാക്കി അവരെ ചികിത്സിച്ച് ഇതിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരികെ കൊണ്ടുവരികയാണ്. കേരളത്തിലെ 35 ആശുപത്രികൾ അതിന് സമ്മതിച്ചിട്ടുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. തെറ്റ് പറ്റിപ്പോയി, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. എനിക്ക് പറയാനുള്ളത്, അമ്മമാരും അച്ഛന്മാരും പ്രത്യേകം നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. അവരറിയാതെ ചതിക്കുഴിയിൽ വീഴുന്നതാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം. അമ്മയും അച്ഛനും ഉമ്മയും വാപ്പയും ഒക്കെ പ്രത്യേകം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാം എന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓരോ കുട്ടിയും അവൻ്റെ ടെൻഷൻ എന്താണ്, അവൻ്റെ പ്രയാസം എന്താണ്, അവൻ്റെ വേദന എന്താണ് എന്ന് ഇത് കുടുംബ സംഗമമായിട്ട് ഞാൻ പറയുകയാണ്. ആ കുട്ടിയുടെ ജീവിതം നന്നാകണമെങ്കിൽ അവരെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കും. കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, കാരണം പെൺകുട്ടികളുടെ ഇടയിൽ വ്യാപകമാണിപ്പം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി, ലഹരി പാപമാണ്, തെറ്റാണ്, ജീവിതമില്ലാതെ ഇത് പുകഞ്ഞു തീരുകയാണ് എന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. തുഫാൻ എന്നുള്ളത് അറബിക് വാക്കാണ്, കൊടുങ്കാറ്റ്.
കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ നാഞ്ഞടിക്കുന്ന ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കേണ്ട ഓരോ ഉമ്മമാരുടെയും കടമയാണ്, ഓരോ അമ്മമാരുടെയും കടമയാണ്. ഈ ഗവൺമെൻറ് ഈ പരിപാടി ആവിഷ്കരിക്കുക നമ്മുടെ ഭാവി തലമുറയെ ലാക്കാക്കിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പുകഞ്ഞ് ചാവരുത്, നശിക്കരുത്. അവർ നല്ലവരായി വളരണമെങ്കിൽ നമ്മൾ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഒരു സ്കൂളിൻ്റെ മുമ്പിലും ഇത് വിതരണം ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇപ്പം എനിക്കൊരു ഒരാൾ ഒരു പെറ്റീഷൻ ഞാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പോലീസിനെ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ പറയുന്നത് നിങ്ങളാണെന്ന് ആരോടും പറയില്ല, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തത്തില്ല. പക്ഷെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കണം. കൊടുത്താൽ അവരെ പിടിക്കുക മാത്രമല്ല, അവരെ നല്ല രീതിയിൽ അവരെ ഉപദേശിച്ചും ട്രീറ്റ് ചെയ്തും നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് അവരെ നയിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പറേഷൻ തുഫാൻ കേരള പോലീസിൻ്റെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലുത് മയക്കുമരുന്ന് മാഫിയാണ്, കോടികളുടെ ബിസിനസ്സാണ്. അവരുടെ കയ്യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുക എളുപ്പമുള്ള ജോലി അല്ല. പക്ഷേ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധം ജയിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അവരേറ്റവും നന്നായി ഈ ഓപ്പറേഷൻ തുഫാന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളാണ്. അവർ നല്ല പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും സ്കൗട്ട്, NCC, അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും, NSS വോളണ്ടിയേഴ്സ് എല്ലാവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ലഹരി അല്ല, ജീവിതമാണ് ലഹരി എന്ന് കണ്ടെത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കിന്ന് ഒത്തിരി പരിപാടി ബാബു സേട്ട് വിളിച്ചാൽ വരാൻ വയ്യാത്തതുകൊണ്ട് ഈ ഇടയ്ക്ക് കയറ്റിയതാണ് ഈ പരിപാടി. ഏതായാലും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എല്ലാ കാലത്തും ഞാൻ ബഹുമാനിക്കുന്ന ബാബു സേട്ടനും സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ, ആശംസകളും നേർന്നുകൊണ്ട് ഈ കുടുംബസംഗമം തുഫാൻ വാരിയേഴ്സ് കുടുംബസംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും തുഫാൻ വാരിയേഴ്സായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ യുദ്ധം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. We are proud to announce that 101 families have taken the oath to be Tufan warriors. Representing them, I call upon Shri Mohammad Hashim, the proud parent of Fatima Nargis, to the stage to present the declaration to the Honorable Minister. We also take this opportunity to honor our distinguished guest, Shri Riyaz Ahmed Seth, Managing Director, Abad Hotels. I invite the Home Minister to present the memento to Shri Riyaz Ahmed Seth. I also invite Shri Salman Mohammed Babu to honor Shri Riyaz Seth with a Ponnada. പ്രിയപ്പെട്ടവരെ, ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ ഓപ്പറേഷൻ തൂഫാനിന് വേണ്ടി ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഡോക്ടർ ബിനി രാജും ഫർസാന ബിനി ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ ബഹുമാന്യനായ നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിനിയെയും ഫർസാനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
ആ ഓ Thank you, sir. അടുത്തതായി ബഹുമാനനായ ജനാബ് മുഹമ്മദ് ബാബു സേട്ടിന് എന്താ പറയുക, വലിയ ഒരു ആദരവ് കൊടുക്കണമെന്ന് പത്മശ്രീ നൽകി അദ്ദേഹത്തെ അഭിനന്ദിക്കണമെന്നുള്ള ഒരു ഡിക്ലറേഷൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്ന് കേട്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നയാളാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ കൊടുത്തു, അർഹതയില്ലാത്തവർക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതെല്ലാം മാറിയിരിക്കട്ടെ, അർഹതപ്പെട്ട ഒരാളുടെ കരങ്ങളിലേക്ക് ഇതെത്തുവാൻ കേരള സർക്കാരിൻ്റെ ഒരു ശ്രമം ഉണ്ടാകുമെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഇവിടുത്തെ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 2025 എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്ന ഒന്നാണ്. പല യൂണിവേഴ്സിറ്റികളിലും കോൺവെക്കേഷൻ, അതുപോലെ കോളേജുകളിലൊക്കെ കോൺവെക്കേഷനൊക്കെ ആയി എത്തുമ്പോൾ ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസ്, എനിക്കത് കണ്ണ് നിറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. മയക്കുമരുന്നിൻ്റെ അടിമയായ ഒരു മകൻ സ്വന്തം അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. കട്ടിലിൽ ഷാള് കൊണ്ട് കഴുത്ത് ഞെരിച്ച് അമ്മ പിടഞ്ഞു മരിക്കുകയാണ്. പോലീസ് ചോദ്യം ചെയ്തതിൻ്റെ ഇടയിൽ ചോദിച്ചു, അമ്മ എന്താണ് അവസാനമായി പറഞ്ഞത്? പറയാൻ പോലും വിഷമമുണ്ട്. മോനെ, അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നു. ഓർക്കണം, ആ പുക്കിൾക്കൊടി ബന്ധത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കരുതലിൻ്റെ ശബ്ദം മോനെ എന്ന അവസാന ശ്വാസം പോകുമ്പോഴും എടാ എന്നല്ല വിളിച്ചത്. മോനെ, അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നു. ആ ശ്വാസം നിലച്ചു. ഇതാ മകനാണ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ മകനല്ലത് ചെയ്യുന്നത്. ആ മകനെ ആ വിധത്തിലേക്ക് എത്തിച്ച ഈ മയക്കുമരുന്നിൻ്റെ ലോബികളോടുള്ള പക തീർക്കുവാൻ, പകരം ചോദിക്കുവാനുള്ള ഒരവസരമായിട്ടാണ് ഈ ഓപ്പറേഷൻ തൂഫാനെ ഞാൻ കാണുന്നത്. തീർച്ചയായും അമ്മമാരുടെ, സഹോദരിമാരുടെ, രക്ഷിതാക്കളുടെ കണ്ണീർ വീണ ഈ ഭൂമിയിൽ ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ആ വിപ്ലവം വിജയിപ്പിക്കേണ്ടതിൻ്റെ ഓരോ രീതിയിലും വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. അതിൻ്റെ മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് ഈ തൂഫാൻ വാരിയേഴ്സായി മാറിക്കൊണ്ട് എവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എനിക്ക് ഈ കലാലയത്തോടുള്ള കടപ്പാട് നിസ്സീമമാണ്. ഇവിടെ പല പ്രാവശ്യം ഞാൻ പല യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. അന്നൊക്കെ ബഹുമാനപ്പെട്ട ബാബു സേഠ്ജി കാണിച്ച ഒരു സ്നേഹവും വാത്സല്യവും അതിന് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും സ്നേഹത്തോടെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നെ ക്ഷണിച്ച സാദത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ടുഗദർ വി ക്യാൻ, ഡിവൈഡഡ് വി ഫാൾ. ഒരുമിച്ച് നിൽക്കുക, ഒരേ ശബ്ദത്തിൽ. എല്ലാത്തിനും അപ്പുറമുള്ള ഒരു വലിയ വിപ്ലവത്തിൻ്റെ തിരിനാളം തെളിഞ്ഞു നിൽക്കുമ്പോൾ അത് കയ്യിലേന്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാം. പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, പലപ്പോഴും പല പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വരാം. അതിൻ്റെ ഭാഗമായി മരിച്ചു വീണാൽ പോലും ഈ ശബ്ദം നിലയ്ക്കുന്നത് വരെ ഇവർക്കെതിരെ ഞങ്ങൾ പടപൊരുതും എന്ന ആ ഒരു കൂട്ടായ തീരുമാനം, അതിനാണ് ഏറ്റവും വലിയ വിലയെന്ന് ഞാൻ കരുതുന്നു. ആയിരക്കണക്കിന് ആളുകൾ
മരിച്ചു വീണ മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ. അങ്ങനെയെങ്കിൽ ആരുമാവട്ടെ, എവിടെ നിന്ന് വരുന്നവരുമാകട്ടെ, നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ ലോക്കൽ ലെവലിലോ ഉള്ളവരാകട്ടെ, അവർ ചെയ്യുന്ന തെറ്റിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഈ മണ്ണിൽ ജീവിതം അവസാനിച്ചാലും അതാണ് ഏറ്റവും ധാർമ്മികമായ നന്മയുടെ കണ്ടെത്തൽ എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ അധ്യാപകനാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇവിടെ ടീച്ചേഴ്സുണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. എത്രയോ കാലങ്ങൾ കേട്ട ഒരു ശബ്ദം ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വളർന്ന് അമ്മമാരായി പലരും അവർക്ക് എന്താ പറയുന്നത് ഗ്രാൻഡ് പേരൻസായി മാറി. ഇവരുടെയൊക്കെ മനസ്സിൽ ഇതുണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്താ പറയുക, വാക്കുകൾക്ക് അപ്പുറമുള്ള ഒരുമയുടെ പെരുമ, അത് ആ ശബ്ദം, ആ പെരുമ്പറയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയണം. ലോകമെങ്ങും അത് കേൾക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിൽ ഒരു ചെറിയ കണ്ണിയായി, ഒരു പങ്കാളിയായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഈ അവസരം ഒരു ദൈവ നിയോഗമാണ് എന്ന് ഞാൻ കരുതുകയാണ്. പടപൊരുതാൻ നമ്മൾക്ക് തളരുകയില്ല. നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. NSSൻ്റെയും NCCയുടെയും അതുപോലെ തന്നെ സ്റ്റുഡൻറ് കേഡറ്റ് പോലീസിൻ്റെയും ഒക്കെ ഇവരാണ് നാളുകളിൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ. അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് ഈ മയക്കുമരുന്നിനെതിരെയുള്ളൊരു ശബ്ദമാണ്. ആ ശബ്ദം കൂടുതൽ വ്യാപിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I invite our VHS principal, Arvind sir, to honor our esteemed guest with a ponada. I also request Sadat sir, our program convener, to present our token of gratitude to Dilip Kumar sir. Sir, please accept our token of appreciation. We are glad to have an eminent personality among us today, Sri Rajiv Menon, Chairman, Globe on Television. I invite Nasir Latif sir, Cine Artist and Management Trustee, to honor our distinguished guest, Sri Rajiv Menon sir, with a ponada. I request our PTA President Nishav sir to present the gift to our distinguished guest. I invite Rajiv Menon sir to address the gathering. വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഈ ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്രയും സവിശേഷമായ ഒരു ചടങ്ങിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ നാടിൻ്റെ സുരക്ഷമായ ഭാവിക്ക് വേണ്ടിയും അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം വളരെയധികം അഭിമാനകരമായ ഒരു നിമിഷമായാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സംസ്ഥാനം ഇന്ന് വലിയൊരു കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് ലഹരിക്കെതിരെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പും കേരള പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യജ്ഞത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഈ വിദ്യാലയത്തിലും ഇതിനൊരു തുടക്കം കുറിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നാണ് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
ഇങ്ങനെ ഒരു കൊടുങ്കാറ്റിന് ഈ വിദ്യാലയത്തിനും കൈകൊടുക്കാൻ ഒത്തുചേരാൻ കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഈ ഒരു പരിപാടിയിൽ എനിക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ അവസരം തന്നതിൽ ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റിനോടും കഴിഞ്ഞ 45 വർഷക്കാലമായി ഈ വിദ്യാലയത്തിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്ന ബാബു സേഠ്ജിക്കും കഴിഞ്ഞ 50 വർഷക്കാലമായി മലയാള സിനിമാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ഈ മാനേജ്മെൻറ്റിൻ്റെ ട്രസ്റ്റിയായ നാസർ ലത്തീഫ് എന്ന ഞങ്ങളുടെ നാസർക്കും കൂടാതെ ഈ വിദ്യാലയത്തിലെ PTA അധ്യാപകന്മാർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ എൻ്റെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഓപ്പറേഷൻ തൂഫാനെതിരെ ഒന്ന് കൈകോർത്ത് പിടിക്കാം. ഒരു ലഹരിയില്ലാത്ത സംസ്ഥാനം, അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. Thank you, sir. May I now invite Nasir PTA President മുഹമ്മദ് നിഷാദ് സാറിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു പോയ തൂഫാൻ വാരിയേഴ്സ്, ലഹരിക്കെതിരെ പോരാടുക എന്നുള്ള, ലഹരിക്കെതിരെ പോരാടുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലഹരി മാറ്റി നിർത്തുക എന്നുള്ള ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു പോയ രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ PTA-ൻ്റെയും പേരുള്ള ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരും പിരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ചെന്നിത്തല സാർ ഇവിടെ വന്ന് കഴിഞ്ഞ് പോയിരിക്കുന്നത്. അതിനും എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള തന്ത്രപ്പാടിലാണ് നിൽക്കുന്നത്. ഈ ലഹരി എന്നുള്ള നമ്മുടെ മാരകമായ രോഗം, അല്ലെങ്കിൽ ആ മാരകം എന്നുള്ള ആ ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള എല്ലാവിധ പ്രേരണയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം, കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം, അതേപോലെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. എല്ലാവരും നമ്മൾ തന്നെ തീരുമാനിക്കണം. ആദ്യം എൻ്റെ അടുത്ത് ലഹരി വേണ്ട, എനിക്ക് ലഹരി വേണ്ട, എനിക്ക് ലഹരി വേണ്ടത് വേറെ നമ്മുടെ നാടിൻ്റെ ഭാവിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള ഉന്നമനമാണ് നമുക്ക് ലഹരി എന്നുള്ള ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള എല്ലാ പ്രതിബന്ധവും നമ്മളുണ്ടാക്കണം. അതിനുള്ള സർവശക്തൻ ഈശ്വർ എല്ലാവിധ പിന്തുണ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനായി VHS പ്രിൻസിപ്പൽ ആൽഫിൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഈ വിദ്യാലയത്തിൽ ആദരണീയനായിട്ടുള്ള കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിനാണ് നാം ഇന്ന് സാക്ഷികളായത്. ലഹരിക്കെതിരെ നമ്മുടെ കുട്ടികൾ, അവരുടെ കുടുംബങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ യുദ്ധകാഹളത്തിൽ എല്ലാവിധ നന്മകളും വിജയങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളും സമാഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനായി സ്കൂൾ HM സാജിദ ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഈ വൈകിയ വേളയിൽ ഇനിയൊരു ആശംസ പ്രസംഗം നടത്താൻ സമയമില്ല. കുട്ടികൾ രാവിലെ തുടങ്ങി അക്ഷമരായി കാത്തിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ലഹരിക്കെതിരെയുള്ള പരിപാടി.
ഓരോ പരിപാടികളും കുട്ടികൾ ഉൾക്കൊണ്ട് ലഹരിക്കെതിരെ നിൽക്കുക, ലഹരിക്ക് എതിരായി പ്രവർത്തിക്കുന്നവരായി തീരുക. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനായി ജനറൽ കൺവീനർ സാദത്ത് സാറിനെ ക്ഷണിക്കുന്നു. വളരെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ വളരെ മനോഹരമായി നമ്മൾ ആഗ്രഹിച്ച പ്രകാരം കേരളത്തിൻ്റെ ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചു. നിങ്ങളുമായി സംവദിക്കാനുള്ള അവസരമായി നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കാനാവശ്യമായ നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എന്ന വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഏതായാലും അതിൽ നിങ്ങളുടെ എല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണമൊക്കെ ഉണ്ടാവണം. ഈ പരിപാടി പങ്കെടുത്ത എല്ലാ അധ്യാപകരും വളരെ മാന്യമായി, വളരെ ഭംഗിയായി, ചിട്ടയായി നമ്മുടെ പരിപാടിയും ഭംഗിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ വളരെ ക്ഷമയോടുകൂടി ഈ പരിപാടിയുടെ വിജയത്തിനായി ശ്രമിച്ചു. എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശം നിർത്തുന്നു. നന്ദി.